DGP ലോക്നാഥ് ബെഹ്റയെ വിളിച്ച വിളികളുടെ കാര്യങ്ങൾ ഇങ്ങനെ വാർത്തയായി പുറത്തു വന്ന ശേഷം പോലീസിന് അത് ലോക്നാഥ് ബെഹ്റയുടെ മൊഴി എടുക്കേണ്ടി വരുന്നുണ്ട്. ആ മൊഴി എടുത്ത ശേഷവും അത് സീൽഡ് സ്റ്റേറ്റ് കവറിൽ വേറെ ആരും കാണാതെ പറ്റില്ലാണ് ഹൈക്കോടതിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തത്. ലോക്നാഥ് ബെഹ്റയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല, അദ്ദേഹത്തെ വിളിച്ചിരുന്നു, ദിലീപ് പരാതി പറഞ്ഞിരുന്നു. ആ വിളിച്ചിരുന്ന കാലത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് ദിലീപ് പൾസർ സുനിയോട് ബാർഗൻ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് എൻ്റെ ബോധ്യമെന്ന് പറയുന്നത് ദിലീപിനെതിരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിൽ തെളിവില്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ എല്ലാ സമയത്തും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നീട് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞൊരു ഒരു സാക്ഷി അവതരിക്കുന്നു, അയാൾ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോഴേക്ക് ഇൻ ക്യാമറ ട്രയൽ തുടങ്ങിക്കഴിഞ്ഞു. ട്രയലിനുള്ളിൽ എന്ത് നടന്നു, പുതിയ തെളിവുകൾ എന്തൊക്കെ വന്നിട്ടുണ്ടോ നമുക്കറിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പൊസിഷൻ ഇന്നലെ വരെയും. പക്ഷേ ഇന്ന് കോടതി വിധി വന്നു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ ഹാജരാക്കിയ തെളിവുകളൊന്നും കോടതിയിൽ നിലനിന്നില്ല എന്നുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര നിരാശ തോന്നുന്ന ഒരു കാര്യമേ, നമ്മുടെ സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ചാനലുകളിലുള്ളവരൊക്കെ ഇന്നും ഈ വിധി വന്ന ശേഷവും അവർ ഭയങ്കര സ്ത്രീപക്ഷമാണ് എന്നുള്ളൊരു ധാരണ ഉറപ്പിക്കാൻ വേണ്ടിയോ മറ്റോ ദിലീപിനെതിരെ അല്ലെ ദിലീപ് കോടതിയെ കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള മറ്റും നടത്തുന്ന ഒരുതരം ചർച്ചകളും വിശകലനങ്ങളും ഒക്കെയാണ്. ഭയങ്കര നിരാശയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഇവർക്കാർക്കും അറിയാത്തതല്ല, ഇത് പുറത്തേക്ക് ഇവരെല്ലാം കൊടുത്തിട്ടുള്ളത് എന്താണ്, പോലീസിൻ്റെ വേർഷനാണ്. പോലീസിന് കൊടുക്കുന്ന മൊഴിയുടെ പകർപ്പുകളാണ് ഇവരെല്ലാം വാർത്തയാക്കിയിട്ടുള്ളത്, പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളത്. ആ മൊഴികളിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് അടിസ്ഥാനത്തിലല്ലല്ലോ ശിക്ഷിക്കുന്നത്. ആ മൊഴികൾ കോടതിയിൽ നിലനിൽക്കുമോ?